ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ദശകളും ഗുണദോഷ ഫലങ്ങളും ദോഷപരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആദ്യത്തെ ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശ. എന്നാൽ നക്ഷത്രം തുടങ്ങുന്ന സമയത്ത് ജനനമാണെങ്കിൽ മാത്രമേ ഈ 7 വർഷക്കാലം പൂർണ്ണമായി അനുഭവപ്പെടൂ. 24 മണിക്കൂറാണ് ഒരു നക്ഷത്ര ദൈർഘ്യം. നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ദശാകാലം കുറഞ്ഞു വരും. മകം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ പരമാവധി 7 വയസ്സുവരെയും, മകം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിച്ചാൽ ഉദ്ദേശം 5.25 വയസ്സുവരെയും, മകം നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനിച്ചാൽ ഏകദേശം 3.5 വയസ്സുവരെയും, മകം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിച്ചാൽ ഏകദേശം 1.25 വയസ്സുവരെയും കേതുർദശ അനുഭവയോഗ്യമാകും. ആദ്യ ദശയായ കേതുർദശ എത്ര വർഷം നിങ്ങൾക്കുണ്ടെന്നറിയാൻ നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ മതി. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ഗർഭശിഷ്ട ജന്മദശ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസമെന്ന്. ആദ്യ നക്ഷത്രദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം. പിന്നീട് വരുന്ന എല്ലാ നക്ഷത്രദശകൾക്കും അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം എത്ര വർഷമാണോ അത്ര വർഷം തികച്ചും അനുഭവത്തിൽ വരും. ഓരോ നക്ഷത്രക്കാരും അവരുടെ ദശാകാലവും ഓരോ ദശയിലും അനുഭവപ്പെടുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ഒരു സാമാന്യമായ ബോധമുണ്ടായാൽ ദശാകാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചിതരാകാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഇനി നമുക്ക് മകം നക്ഷത്രക്കാരുടെ 1-ാമത്തെ ദശയായ കേതുർദശയിലേക്ക് വരാം. കേതു 7 വർഷക്കാലമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എങ്കിലും മകം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജാതകത്തിൽ ജന്മഗർഭശിഷ്ടദശയായ കേതു ദശ എത്ര വർഷം ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക. കേതു ഒരു പാപഗ്രഹമാണെങ്കിലും ആദ്യഘട്ടം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും 2-ാം ഘട്ടം പൊതുവെ ഗുണകരമായിരിക്കും. മകം നക്ഷത്രക്കാരുടെ ബാല്യകാല ദശയായതിനാൽ ബാലാരിഷ്ടതകളും മാതാപിതാക്കൾക്ക് പലവിധത്തിലുള്ള അലച്ചിലുകളും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും ധനനഷ്ടം എന്നിവ ഉണ്ടായേക്കാം. എന്നാൽ കേതു നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ, അതായത് ശുഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന കേതുവിൻ്റെ ദശ എല്ലാം കൊണ്ടും ഗുണകരവും ശുഭപ്രദവുമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത, വിദ്യാഗുണം, ദ്രവ്യലാഭം, ആരോഗ്യം എന്നീ ഗുണങ്ങൾ അനുഭവയോഗ്യമാകും. കേതുർദോഷ ശാന്തിക്കായി കേതുർ ഗായത്രി ജപിക്കുന്നതും, കേതു ഓജരാശികളായ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിൽക്കുന്നതെങ്കിൽ മഹാഗണപതിയെയും, രുക്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്നിലാണ് കേതു നിൽക്കുന്നതെങ്കിൽ ചാമുണ്ടിയെയും ഭജിക്കണം. ഗണപതി ഹോമം നടത്തുന്നതും ദേവീ പൂജ നടത്തുന്നതും സഹസ്രനാമ പാരായണവും ഉത്തമം. സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. മകം നക്ഷത്രക്കാരുടെ 2-ാമത്തെ നക്ഷത്രദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ബാല്യ കൗമാര യൗവനങ്ങളുടെ ദശ കൂടിയാണ് ശുക്രദശ. പൊതുവെ ഗുണാധിക്യം കൂടുതൽ അനുഭവയോഗ്യമാകുന്ന കാലം കൂടിയാണ്. കുടുംബത്തിൽ ഉയർച്ചയും സൗഖ്യവും കൈവരും. വിദ്യാപുരോഗതി, ധനലാഭം, കീർത്തി, ഉയർന്ന കലാശാല വിദ്യാഭ്യാസം, വാഹനലാഭം, പ്രേമകാര്യങ്ങളിൽ താൽപ്പര്യം, ഭോഗതൃഷ്ണ, വാക്സാമർഥ്യം, ധൈര്യം, അത്യുത്സാഹം എന്നീ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ശുക്രൻ നീചസ്ഥാനോ ദുസ്ഥാനസ്ഥിതനോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അപവാദം, ധനത്തിനും സുഖത്തിനും നാശം, നീചജനങ്ങളുമായി സംസർഗം, മാനസിക ബുദ്ധിമുട്ടുകൾ, ബന്ധുജനങ്ങളുടെ അപ്രീതി എന്നിവയ്ക്ക് ഇടവന്നേക്കാം. മൗഢ്യത്തിലുള്ള ശുക്രൻ്റെ ദശയിൽ പഴയ ഗ്രഹത്തിൽ താമസം, ദാരിദ്ര്യം, പലവിധത്തിലുള്ള ദുരിതങ്ങൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഉദരരോഗം, ശിരോരോഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായി ശുക്രഗായത്രി ജപിക്കുന്നതും വെള്ളിയാഴ്ചയും മകം നക്ഷത്രവും ചേർന്ന് ഒരു ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും, മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി ഇവരിൽ ഒരു ദേവിയെ ഭജിക്കുന്നതും, സഹസ്രനാമ ജപവും അഷ്ടോത്തരി ജപവും കനകധാരാസ്തോത്രം ജപിക്കുന്നതും, കുടുംബ പരദേവതയെ ഭജിക്കുന്നതും, ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നതും ഉത്തമം. മകം നക്ഷത്രക്കാരുടെ 3-ാമത്തെ ദശ ആദിത്യ ദശയാണ്. 6 വർഷക്കാലമാണ് ആദിത്യ ദശ. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദശ കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക് ആദിത്യ ദശ. ആദിത്യൻ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ഉച്ചനോ ബലവാനോ ആയിരുന്നാൽ പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും വിജയം, സർക്കാർ ഉദ്യോഗമോ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗമോ, കീർത്തി, സുഖം, സന്താനലാഭം, സജ്ജന സഹവാസം,
അംഗീകാരം, പിതൃസുഖം, എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം എന്നിവ അനുഭവപ്പെട്ടേക്കാം. മേടം, ചിങ്ങം, കർക്കിടകം, വൃശ്ചികം, ധനു, മീനം എന്നീ രാശികളിൽ നിൽക്കുന്ന ആദിത്യ ദശ ഫലം വളരെ ശോഭനമായിരിക്കും. എന്നാൽ ആദിത്യൻ ഒരു പാപഗ്രഹം കൂടിയായതിനാൽ കുറച്ചൊക്കെ തിന്മയോട് ആകർഷിതമുണ്ടാവും. അതുപോലെ തന്നെ ആദിത്യൻ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ നീചനോ ദുർബലനോ ആണെങ്കിൽ പിതൃദുരിതം, രോഗം, മാനഹാനി, വാഹനങ്ങൾക്ക് കേടുപാടുകൾ, സർക്കാർ സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ സ്ഥാനചലനം, ബുദ്ധിമാന്ദ്യം എന്നീ ദോഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ആദിത്യദോഷ ശാന്തിക്കായി സൂര്യഗായത്രി ജപിക്കുന്നതും ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതും ശിവഭജനവും ശിവന് ധാര, കൂവളമാല, പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും ഞായറാഴ്ചയും മകനാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമം. മകനക്ഷത്രക്കാരുടെ 4ാമത്തെ ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും പക്ഷബലപ്രധാനിയാകിയാൽ കൃഷ്ണപക്ഷത്തിൽ ബലക്കുറവും ശുക്ലപക്ഷത്തിൽ ബലക്കൂടുതലും അനുഭവപ്പെടുകയാൽ ജാതകന് കയറ്റിറക്കങ്ങൾ അനുഭവപ്പെടും. ഗുണദോഷഫലങ്ങൾ അനുഭവയോഗ്യമാകുമെന്ന് ചുരുക്കം. നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ചന്ദ്രൻ പക്ഷബലവാനും ഇഷ്ടസ്ഥിതനുമാണെങ്കിൽ മാതൃഗുണം, കർമ്മകുശലത, ശൂരത്വം, ശയനസൗഖ്യം, സാമ്പത്തികാഭിവൃദ്ധി, സന്താനഭാഗ്യം, ദാമ്പത്യസുഖം എന്നിവ അനുഭവപ്പെടും. എന്നാൽ ചന്ദ്രൻ പക്ഷബലരഹിതനും ദുസ്ഥാനസ്ഥിതനുമായാൽ മാതൃദുരിതം, സ്ത്രീകളെ കൊണ്ട് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് വീട്ടിലായാലും തൊഴിൽ രംഗത്തായാലും, മാനഹാനി, ധനനഷ്ടം, കഫവാത രോഗങ്ങൾ എന്നീ ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ചന്ദ്രദോഷ ശാന്തിക്കായി ദുർഗാ ഭഗവതിയെയോ രാജരാജേശ്വരിയോ ഭജിക്കുന്നതും തിങ്കളാഴ്ചയും മകനക്ഷത്രവും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും സഹസ്രനാമ പാരായണവും കുടുംബ പരദേവതയെ ഭജിക്കുന്നതും ചന്ദ്രഗായത്രി ജപിക്കുന്നതും ഉത്തമം. മകനക്ഷത്രക്കാരുടെ 5ാമത്തെ ദശ ചൊവ്വദശയാണ്. 7 വർഷക്കാലമാണ് ചൊവ്വദശ. ചൊവ്വ ഒരു പാപഗ്രഹം കൂടിയായതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ദുസ്ഥാനസ്ഥിതനോ നിജസ്ഥനോ ആണെങ്കിൽ ദാമ്പത്യകലഹം, സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സഹോദരങ്ങളുമായി കലഹം, ശത്രുദോഷം, എടുത്തുചാട്ടം, മുൻകോപ്പം, ദുർബുദ്ധി മൂലമുള്ള അവിവേകം, വസ്തുസംബന്ധമായ തർക്കങ്ങൾ, രക്തദൂഷ്യം കൊണ്ടുള്ള അസുഖങ്ങൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ ഉച്ചനോ ബലവാനോ ആണെങ്കിൽ ശോഭനകാലമായിരിക്കും. ധനലാഭം, ഭൂമിലാഭം, സഹോദരലാഭം, വിദ്യാവിജയം, ദാമ്പത്യസുഖം, ഉദ്യോഗമേധാവിത്യം, സർവകാര്യ വിജയം എന്നിവ അനുഭവയോഗ്യമാകും. ചൊവ്വാദോഷ പരിഹാരമായി കുജഗായത്രി ദിവസവും രാവിലെ 108 രൂപ ജപിക്കുന്നതും എല്ലാ ദിവസവും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ജപിക്കുന്നതും. മേടം, മിഥുനം തുടങ്ങിയ ഒറ്റരാശികളിലാണ് ചൊവ്വ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെയും, ഇടവം, കർക്കിടകം തുടങ്ങിയ ഇരട്ടരാശികളിലാണ്, അതായത് യുഗ്മരാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം. കുടുംബപരദേവതയെയും ഭജിക്കണം. കുടുംബപരദേവത ഏതെന്നറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഷ്ടദേവതയോ ദേശദേവതയോ ഭജിക്കുന്നത് ഉത്തമം. മകനക്ഷത്രക്കാരുടെ 6ാമത്തെ ദശ രാഹുർദശയാണ്. 18 വർഷക്കാലമാണ് രാഹുർദശ. ഇതിനെ സാധക നക്ഷത്രദശയെന്നും പറയും. രാഹു ഒരു പാപഗ്രഹമാണെങ്കിലും മകനക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന കാലം കൂടിയാണ്. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനങ്ങളുടെ വിവാഹം, 3ാം തലമുറയെ കാണാനുള്ള ഭാഗ്യം, കാര്യസിദ്ധി, ഉന്നത സ്ഥാനപ്രാപ്തി, മനസ്സന്തോഷം, ധനലാഭം, സന്തുഷ്ടി, സജ്ജന സഹവാസം, ആരോഗ്യം എന്നീ ഗുണങ്ങൾ അനുഭവയോഗ്യമാകും. എന്നാൽ രാഹു നിങ്ങളുടെ ജാതകത്തിൽ ദോഷസ്ഥിതനോ പാപസ്ഥിതനോ ആണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം, കളത്രസുഖഹാനി, മനക്ലേശം, ബന്ധുവിരോധം, ധനഹാനി, കഫവാതജന്യരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള അരിഷ്ടതകൾ എന്നീ ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ദോഷപരിഹാരമായി നാഗാരാധന, നവനാഗസ്തോത്രം ജപം, സർപ്പത്തിന് 100 പാലും സമർപ്പണം, കഴിയുമെങ്കിൽ നാഗക്ഷേത്രത്തിൽ സർപ്പബലി നടത്തുന്നതും ദുർഗാഭജനവും ദുർഗാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. മകനക്ഷത്രക്കാരുടെ 7ാമത്തെ ദശ വ്യാഴദശയാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശ. വ്യാഴം ഒരു ശുഭഗ്രഹമാണെങ്കിലും മകനക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളെക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും അനുഭവയോഗ്യമാകുക. എങ്കിലും ഓരോ ദോഷഫലത്തിൻ്റെയും അന്ത്യത്തിൽ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. എപ്പോഴും ഒരു കൈത്താങ്ങായി ദൈവമുണ്ടാകും. എന്നാൽ വ്യാഴം നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ഉച്ചനോ ബലവാനോ ആണെങ്കിൽ സൗഭാഗ്യം, ബഹുമതി, ബന്ധുജന സന്തോഷം, കീർത്തി,
സമ്പൽ സമൃദ്ധി, കളത്രപുത്ര സൗഖ്യം, അംഗീകാരം, വിദ്വൽജനങ്ങളിൽ നിന്നും പ്രശസ്തി എന്നീ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. എന്നാൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ നീചസ്ഥനോ ദുർബലസ്ഥനോ ആണെങ്കിൽ ഗ്രഹത്തിൽ അശാന്തി, രോഗാദി ദുരിതങ്ങൾ, ദുഷിച്ച സംസർഗം മൂലം ദുഃഖമോ അപവാദമോ, പിതൃഹാനി തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ദോഷപരിഹാരമായി വിഷ്ണു ഭജനം, അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും സമർപ്പിക്കുന്നതും, കഴിയുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണാട്ടം വഴിപാട് നടത്തുന്നതും ഉത്തമം. മകം നാളുകാരുടെ 8ാമത്തെ ദശ ശനിദശയും 9ാമത്തെ ദശ ബുധദശയുമാണ്. പൊതുവെ ഗുണകരമായിരിക്കുമെങ്കിലും ജാതകൻ വാർദ്ധക്യത്തിൻ്റെ മൂർധന്യത്തിൽ എത്തിയിട്ടുണ്ടാകും. പരസഹായം വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ ഈ 2 ദശകളെക്കുറിച്ച് കൂടുതൽ പറയുന്നത് അഭികാമ്യമാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.